വളരെ കൗതുകകരമായിട്ടാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം ഇതിൽ വിചിത്രമായ, ഇപ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞതിലായാലും അതിനെ അവലംബമാക്കിയിട്ട് ഇപ്പോൾ സച്ചിദാനന്ദ മാഷ് പറഞ്ഞതിലായാലും അതിലൊക്കെ ഉള്ളൊരു കൗതുകവും വിചിത്രവുമായിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷത്തേക്ക് മാറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വിചിത്രമായ സംഗതി. ആ വിചിത്രമായ സ്വഭാവത്തോടു കൂടി ജനങ്ങൾ നോക്കിക്കോണുള്ളൂ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഇപ്പോൾ ഈ ഇലക്ഷനിലായാലും 2021 ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ 5 കൊല്ലം ഭരിച്ചു, അല്ലെങ്കിൽ 10 കൊല്ലം ഭരിച്ചു, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും സാമൂഹ്യ പരിവർത്തനത്തിലൊക്കെ ഇടപെട്ടതിൻ്റെ ഭാഗമായി കുറേ ആൾക്കാർ അനുകൂലം ഉണ്ടാവും, കുറേ ആൾക്കാർ എതിരുണ്ടാവും. ഒരു 50% ആൾക്കാർ എതിര് തന്നെയാണ് ഇടതുപക്ഷത്തിന്. രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ അവരെല്ലാവരും അവരെ രാഷ്ട്രീയ വിയോജിപ്പുകൾ വെച്ചിട്ടല്ല അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ വിയോജിപ്പ് ഉള്ളിൽ വെച്ച് തന്നെ അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് ഉള്ളിൽ വെച്ചിട്ട് തന്നെ അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. കാരണം ആത്മരക്ഷാർത്ഥമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ്. ആത്മരക്ഷാർത്ഥമാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്. അവർ പല ചിന്താഗതികൾ അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷേ കാരണം ജീവിച്ചു പോകണ്ടേ? ഈ ഒരു സമൂഹത്തിലൊരു UDF പോലെയുള്ളൊരു ഭരണ സംവിധാനമാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനിയൊരു പ്രളയം വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇനിയൊരു കോവിഡ് വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, അത്ര വലിയ അത്യാഹിതങ്ങൾ വരാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അതിനൊക്കെ ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടാവുമോ? ഇത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ തന്നെ പറയാം, ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് അവിടെ കുറേ ആൾക്കാർ, വയസ്സുമാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്നൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഡൽഹിയിൽ താമസിക്കാൻ തീരുമാനിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷേ കോവിഡ് കഴിഞ്ഞോടുകൂടി അവരൊക്കെ തന്നെ നാട്ടിലേക്ക് വന്ന് താമസാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്ഷിതമായൊരു സാഹചര്യത്തിൽ ജീവിക്കാനായിട്ട് പറ്റില്ല. പറ്റുന്ന ഒരു സ്ഥലം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം വേറെ കൂടി ഞാൻ പറയാം. സച്ചിദാനന്ദ മാഷ് ഡൽഹിയിൽ തന്നെ തുടർന്ന് താമസിക്കാൻ ഉദ്ദേശിച്ച ആളാണ്. അത് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരളത്തിലേക്ക് വരാൻ കാരണം കോവിഡാണ്. കോവിഡ് കാലത്ത് അവിടെ ഡൽഹിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന അരക്ഷിതമായ സാഹചര്യം, കേരളത്തിലുണ്ടായിരുന്ന സുരക്ഷിതമായ സാഹചര്യം, ആ സുരക്ഷിതമായ സാഹചര്യത്തിൽ ഞാൻ വരികയുണ്ടായെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്.